എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒത്തിരി സ്വാഗതം. ഇന്നലെ നമ്മൾ സംസാരിച്ച ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജന്മദിനത്തെക്കുറിച്ചുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജന്മദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് എപ്പോഴും ഒന്നുമില്ലായ്മയിലാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇന്ന് ഈ രണ്ടാമത്തെ അധ്യായം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഞാൻ തുടങ്ങണം എന്നുള്ളതായിരുന്നു. പപ്പയെക്കുറിച്ച് പറയണം, മമ്മിയെക്കുറിച്ച് പറയണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംശയം. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പാടി പുകഴ്ത്തുന്ന ഒരു വ്യക്തി നമ്മുടെയൊക്കെ അമ്മമാരാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി സംസാരിക്കുന്നത് എൻ്റെ പപ്പയെക്കുറിച്ചാണ്. കാരണം ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ നമ്മുടെ ചില വേദനകളിലും ചില സാഹചര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കുന്നത് നമ്മുടെ അമ്മമാരെയാണ്. ഞാനും എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പപ്പയുടെ അടുത്ത് പോയി ചോദിക്കുന്നതിനേക്കാളും മുന്നേ മമ്മിയുടെ അടുത്ത് പോയി കാര്യം അവതരിപ്പിക്കുകയും മമ്മിയിലൂടെ പപ്പയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഞാൻ എപ്പോഴും ഒരു കുറുക്കുവഴി എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ഈവൻ ഇപ്പോൾ പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ പപ്പയുടെ പേര് ജോണി എന്നാണ്. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് പപ്പ മരിക്കുന്നത്. ഞാൻ സെമിനാരിയിൽ വന്ന ആദ്യത്തെ വർഷമാണ് പപ്പ മരിക്കുന്നത്. പപ്പയ്ക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. പനിയാണ് എന്ന് കരുതി ഡോക്ടേഴ്സ് മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ ഒന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 2 മാസത്തോളം പപ്പ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു. ആള് ആകെ വയ്യാതെയായി. പിന്നീട് മഞ്ഞപ്പിത്തമാണ് എന്നറിഞ്ഞപ്പോഴേക്കും 2 കിഡ്നികളും ഫെയിലിയറായി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു. പപ്പ ഒരു അറക്കമില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പപ്പ. എന്ന് വെച്ചാൽ തടിമില്ലിലാണ് അപ്പോൾ പപ്പ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഈ ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനൊക്കെ യൂണിയനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചുമട്ടുതൊഴിലാളി എന്നുള്ള രീതിയിൽ അങ്ങനെയും പപ്പ രാത്രിയൊക്കെ ചിലപ്പോൾ ലോഡ് വരുമ്പോൾ അതിനും പോയിരുന്നു. അപ്പം നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പപ്പ. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, 44-ാമത്തെ വയസ്സിലാണ് പപ്പ വരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്നാമത്തേത് നിശബ്ദതയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം എന്നോടോ അനുജനോടോ മമ്മിയോടോ ആണെങ്കിലും പപ്പ ഒത്തിരി കാര്യങ്ങളിലൂടെ വിശദീകരിക്കുന്നതല്ല. എന്തെങ്കിലും ഒരു കുറവുകളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പപ്പ ഒരൊറ്റ നോട്ടം മതി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. എന്നെയോ അനുജനെയോ ഒരുപക്ഷെ മമ്മി വഴക്ക് പറയുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും ചിലപ്പോൾ പപ്പ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല, തല്ലിയിട്ടുണ്ടാവില്ല. പക്ഷേ പപ്പയുടെ ഒരൊറ്റ നോട്ടം മതി. പപ്പ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾക്ക് പറ്റിയ തെറ്റെന്താണെന്നും ആ ഒരൊറ്റ നോട്ടത്തിലൂടെ പപ്പ നമുക്ക് പറഞ്ഞു തരും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതുപോലെ കുറച്ച് പേര്, അല്ലേ? വാക്കുകൾ ഒത്തിരിയേറെ ഉപയോഗിക്കാതെ ഒരൊറ്റ നോട്ടം കൊണ്ടോ ഒരു ചെറിയൊരു ആംഗ്യം കൊണ്ടോ എന്താണ് നമുക്ക് പറ്റിയതെന്നും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടിയിരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുമ്പോഴാണ് ഈ വാക്കുകൾ കുറയുകയും പരസ്പര മനസ്സിലാക്കലുകൾ കൂടുകയും ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ ആ ഒരു അടുപ്പം ഏതാണ്ട് ഒരു പക്ഷേ എല്ലാവരുമായിട്ട് കോർത്തെടുക്കാനായിട്ട് പപ്പയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു മൂല്യമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമതായിട്ട് ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ പപ്പയിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പപ്പ. എന്ന് വെച്ചാൽ പപ്പയ്ക്ക് ഇന്നിപ്പോൾ ജോലിയില്ലെന്ന് വയ്ക്കുക. ജോലിയില്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് ഞാനും അനുജനും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും പപ്പ വീട്ടിലുണ്ടാവും. പപ്പ വീട്ടിൽ വെറുതെ ഇരിക്കല്ല. വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും പപ്പയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരികയോ ചെയ്ത് ഞങ്ങളെയും കാത്തിരിക്കുന്ന ഒരു പപ്പ. ഒരു പക്ഷേ ഈ 2 മൂല്യങ്ങളാണ് ഞാൻ പപ്പയിൽ കണ്ട ഏറ്റവും വലിയ. ഇപ്പോൾ പപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് നിശബ്ദതയിൽ സംസാരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം. രണ്ടാമത്തേത് കാത്തിരിക്കുന്ന വ്യക്തിത്വം. ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു 2 കാര്യങ്ങൾ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഒന്നാമത്തേത് നിശബ്ദതയിൽ മറ്റുള്ളവർ, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേത് അവർക്ക് കുറവുകളുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നാളെ അല്ലെങ്കിൽ ഇന്ന് അവർ ഒരു പക്ഷേ തിരിച്ചു വരുമെന്നുള്ള ബോധ്യത്തോടു കൂടി കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു മൂല്യം കൂടി വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് പല ബന്ധങ്ങളും ഇല്ലാതെ പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കാത്തിരിപ്പും ഈ മനസ്സിലാക്കലും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പപ്പയിൽ നിന്ന് മനസ്സിലാക്കിയ രണ്ട് വലിയ മൂല്യങ്ങൾ. പിന്നെ ഇതെല്ലാം പറയുമ്പോഴും എൻ്റെ പപ്പ എന്ന് പറയുന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരിക്കലും പപ്പയ്ക്ക് പപ്പയുടേതായിട്ടുള്ള കൊച്ചു കുറവുകളുണ്ടായിരുന്നു.
ചെറിയ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. പപ്പ ഒരല്പം മദ്യപിക്കുന്ന വ്യക്തിയാണ്, സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനിടയിലും ഈ ഒരു സ്നേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പപ്പ മരിച്ചിട്ട് 16 വർഷങ്ങളായി, 18 വർഷങ്ങളാവുന്നു. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ നാട്ടിലുള്ളവരോട് ഒരുപക്ഷെ അവർക്കൊക്കെ ഇന്നും എൻ്റെ പപ്പയെ ഓർമ്മയുണ്ട്. നാട്ടുകാരൻ ജോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം പപ്പ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പപ്പ ഓടിയെത്തുമായിരുന്നു. ഇപ്പോൾ കിണറ്റിലൊരാട് വീണാൽ പോലും പപ്പ ഓടിച്ചെല്ലും, അവിടെ എത്തും പപ്പ. അങ്ങനെ അത്രയേറെ സ്നേഹത്തോടു കൂടി തന്നെ ജീവിച്ചിരുന്ന, എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പ എന്ന് പറയുന്നത്. എനിക്ക് ഒരു മടിയിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ടുള്ള ചില കുറവുകളൊക്കെ ഉണ്ടായിരിക്കും അവർ, പക്ഷേ എനിക്ക് അറിയാവുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള കുറവുകളുണ്ടെങ്കിലും പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട്, കാരണം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലും, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാലും എൻ്റെ നാട്ടിൽ ചെന്നാലും പപ്പയെ അറിയാവുന്നവരോട് സംസാരിക്കുമ്പോഴും ഏറ്റവും ആദ്യം അവർ സംസാരിക്കുന്നത് പപ്പയെക്കുറിച്ച് തന്നെയാണ്. കാരണം ഇന്നും അവരിൽ പലരുടെയും മനസ്സിൽ പപ്പ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇടയ്ക്കൊക്കെ ഞാനും ആഗ്രഹിക്കാറുണ്ട് അതുപോലെയൊക്കെയുള്ള ഒരു മനുഷ്യത്വത്തോടു കൂടി ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് വളർന്നു വരാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. വർഷങ്ങൾ കഴിഞ്ഞാലും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഒന്ന് ഓർമ്മിക്കപ്പെടുവാനുള്ള ഒരു കൊച്ചു സവിശേഷതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട്. രണ്ടാമത്തെ അധ്യായം ഇതാണ്. കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെയാണെങ്കിലും നമ്മുടെ ഒരു കൊച്ചു ജീവിതമാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.